അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നമ്മൾ അപ്രീസിയേറ്റിംഗ് പ്രോസ് എന്ന ഭാഗത്ത് അതിൻ്റെ തുടക്ക ഭാഗത്ത് പറയുന്ന പ്രോസിൻ്റെ ഹിസ്റ്ററി അതിനെക്കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ 18-ാം നൂറ്റാണ്ടിലെ പ്രോസിനെ കുറിച്ചാണ് കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ നമ്മൾ ചർച്ച ചെയ്തത്. അപ്പോൾ 18-ാം നൂറ്റാണ്ടിലെ പ്രോസ് എന്ന് പറയുമ്പോൾ അതിൻ്റെ വിഷയങ്ങൾ നമ്മൾ ചർച്ച ചെയ്ത് ഇനി നമുക്ക് പറയാനുള്ളത് 18-ാം നൂറ്റാണ്ടിലെ പ്രോസ് അതിൻ്റെ രണ്ടാമത്തെ ഒരു ഘട്ടമുണ്ട്. സെക്കൻഡ് ഹാഫ് ഓഫ് ദ 18th സെഞ്ച്വറി. 18-ാം നൂറ്റാണ്ടിലെ രണ്ടാമത്തെ ഹാഫ്, അതിനെക്കുറിച്ചാണ് നമുക്കിനി പറയാനുള്ളത്. The second half of the 18th century witnessed the rise of great writers like Dr. ജോൺസൺ, ഗോഡ്സ്മിത്ത്, ഗിബ്ബൺ ആൻഡ് എഡ്മണ്ട് ബ്രൂക്കെ. അങ്ങനെയുള്ള വലിയ എഴുത്തുകാരുടെ ഒരു ഉയർച്ച ഈ ഒരു കാലഘട്ടത്തിൽ അഥവാ 18-ാം നൂറ്റാണ്ടിലെ സെക്കൻഡ് ഹാഫിൽ സാക്ഷ്യം വഹിച്ചു എന്നർത്ഥം. ഇനി അവരെക്കുറിച്ചുള്ള ചെറിയൊരു വിശദീകരണമാണ്. ഒന്ന്, സാമുവൽ ജോൺസൺ, commonly known as Dr. Johnson, was a great author, poet, moralist and literary critic. മോറലിസ്റ്റ് എന്ന സദാചാരവാദിയായിരുന്നു എന്നർത്ഥം. One of Johnson's greatest contributions was publishing in 1747 the Dictionary of the English Language. അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ സംഭാവനകളിൽ ഒന്ന് 1747 പബ്ലിഷ് ചെയ്ത ദ ഡിക്ഷണറി ഓഫ് ഇംഗ്ലീഷ് ലാംഗ്വേജ് എന്നുള്ളതാണ്. He left Oxford without finishing college due to his financial crisis. അതൊക്കെ നിങ്ങൾക്കറിയാം. After trying a few things, Johnson left for London where began spending more time writing. അങ്ങനെ അദ്ദേഹം ലണ്ടനിലേക്കൊക്കെ യാത്ര ചെയ്ത് അവിടുന്ന് അദ്ദേഹം കൂടുതൽ സമയം ലണ്ടനിൽ നിന്ന് അദ്ദേഹം പോയി. എന്നിട്ട് കൂടുതൽ സമയം എഴുത്തിലൊക്കെ അദ്ദേഹം ചെലവഴിക്കാൻ തുടങ്ങി എന്നർത്ഥം. He made a living writing for the Gentleman's Magazine, a report on Parliament. അങ്ങനെ അദ്ദേഹം ഒരു ഉപജീവന മാർഗം, കാരണം ഫൈനാൻഷ്യൽ ക്രൈസിസ് കാരണമാണ് അദ്ദേഹം ഓക്സ്ഫോർഡ് ഉപേക്ഷിക്കുന്നത് പഠനം. അങ്ങനെ അവിടുന്ന് ലണ്ടന് അദ്ദേഹം വിട്ട് അദ്ദേഹം കൂടുതൽ സമയം എഴുത്തിലേക്ക് പോകുന്നു. അങ്ങനെ അദ്ദേഹം ഒരു ലിവിങ് റൈറ്റിംഗ് ഒരു ഉപജീവന മാർഗം എന്ന രൂപത്തിൽ അദ്ദേഹം എന്ത് ചെയ്യുന്നു, പാർലമെൻറ്റിനെ കുറിച്ചുള്ള ഒരു റിപ്പോർട്ട് ജെന്റിൽമാൻസ് മാഗസിനിൽ അദ്ദേഹം എഴുതുകയാണ്. പിന്നെ ഹി ആൾസോ റോട്ട് എ ട്രാജഡി ഐറൻ എന്ന പേരിൽ ട്രാജഡി എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ സം അറ്റംപ്റ്റ്സ് അറ്റ് പോയട്രിയിലും ചില രൂപത്തിലുള്ള ശ്രമങ്ങളൊക്കെ അദ്ദേഹം നടത്തിയിട്ടുണ്ട് എന്നർത്ഥം. ജോൺസൺ വാസ് ആൾസോ എംപ്ലോയ്ഡ് ടു കാറ്റലോഗ് ദ എക്സ്റ്റെൻസീവ് ലൈബ്രറി ഓഫ് എഡ്വാർഡ് ഹാർലി, ഏൾ ഓഫ് ഓക്സ്ഫോർഡ്. ഓക്സ്ഫോർഡിലെ ഇംഗ്ലീഷ് പ്രഭുവായിരുന്ന എഡ്വാർഡ് ഹാളി, അദ്ദേഹത്തിൻ്റെ വളരെ ബൃഹത്തായ ഒരു ലൈബ്രറി, അതിന് കാറ്റലോഗ് ഉണ്ടാക്കുന്ന ജോലിയിൽ അദ്ദേഹം വ്യാപൃതനായിരുന്നു. ദിസ് ഗേവ് ജോൺസൺ ദ ഓപ്പർച്യൂണിറ്റി ടു ഗ്രോ ഹിസ് ഗ്രേറ്റ് ലവ് ഓഫ് റീഡിംഗ് ആൻഡ് ഇംഗ്ലീഷ് ലാംഗ്വേജ്. അങ്ങനെയുള്ള ഈ ഒരു അവസരം അദ്ദേഹത്തിന് നൽകിയത് അദ്ദേഹത്തിൻ്റെ വായനയോടുള്ള താല്പര്യം അതിനെ വർദ്ധിപ്പിക്കാനും അതുപോലെ തന്നെ ഇംഗ്ലീഷ് ലാംഗ്വേജിനോടുള്ള താല്പര്യം വർദ്ധിപ്പിക്കാനൊക്കെയാണ് എന്നർത്ഥം. ലൈബ്രറിയിൽ വർക്ക് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ഒരുപാട് പുസ്തകം വായിക്കാനുള്ള അവസരമൊക്കെ കിട്ടുമല്ലോ. He was inspired to start working on a comprehensive dictionary of English language. അങ്ങനെ അദ്ദേഹം ഇൻസ്പയർ ആവാണ് ഒരു കോംപ്രഹെൻസീവ് ഡിക്ഷണറി, ബൃഹത്തായ എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളുന്ന ഇംഗ്ലീഷ് ലാംഗ്വേജിലുള്ള ഒരു ഡിക്ഷണറി, അതിൻ്റെ വർക്ക് ആരംഭിക്കാൻ അദ്ദേഹം ഇൻസ്പയർ ആവാണ്. ഇറ്റ് വുഡ് ടേക്ക് ഹിം 8 years ബട്ട് ഇറ്റ് വാസ് കൺസിഡർഡ് ടു ബി ഹിസ് ഫൈനസ്റ്റ് അച്ചീവ്മെൻറ്റ്. യഥാർത്ഥത്തിൽ ഇത് കംപ്ലീറ്റ് ചെയ്യാൻ 8 വർഷമെടുത്തു. എന്നാൽ തന്നെയും ഇത് അദ്ദേഹത്തിൻ്റെ വളരെ നല്ല ഒരു അച്ചീവ്മെൻറ്റ്, ഒരു നേട്ടമായിട്ട് പരിഗണിക്കപ്പെടുന്നുണ്ട് എന്നർത്ഥം. Though other dictionaries were in existence, the Johnson's Dictionary of the English Language was a huge step forward in its comprehensiveness and quality. ഇവിടെ മറ്റു ഡിക്ഷണറികൾ നിലവിലുണ്ടായിരുന്നുവെന്നുണ്ടെങ്കിലും ഇദ്ദേഹത്തിൻ്റെ ഇംഗ്ലീഷ് ലാംഗ്വേജിലുള്ള ആ ഒരു ഡിക്ഷണറി
യഥാർത്ഥത്തിൽ വലിയ ഒരു സ്റ്റെപ്പായിരുന്നു അതിൻ്റെ ക്വാളിറ്റിയിലും അതുപോലെ തന്നെ അതിൻ്റെ കോംപ്രഹെൻസീവ്നെസ് എന്നൊക്കെ പറഞ്ഞാൽ എല്ലാതിനെയും ഉൾക്കൊള്ളിക്കുന്ന ആ ഒരു വിഷയത്തിലും എന്നർത്ഥം. അപ്പോൾ നിലവിൽ ഇവിടെ അദ്ദേഹം ഈ ഒരു ഡിക്ഷണറിയുമായി മുന്നോട്ട് വരുമ്പോൾ ദർ വർ മെനി ഡിക്ഷണറീസ് ഇൻ എക്സിസ്റ്റൻസ്, പക്ഷേ അദ്ദേഹത്തിൻ്റെ ഡിക്ഷണറി അതിൻ്റെ ക്വാളിറ്റിയിലും കോംപ്രഹെൻസീവിലൊക്കെ ഒന്നും കൂടി മികച്ചു നിന്നു എന്നർത്ഥം. ജോൺസൺ വാസ് എ പ്രൊലിഫിക് റൈറ്റർ എന്ന് പറഞ്ഞാൽ ധാരാളം എഴുതുന്ന ആളായിരുന്നു എന്നർത്ഥം. For 2 years he almost single-handedly wrote a journal, The Ramble, full of moral essays. അദ്ദേഹം ഏകദേശം 2 വർഷത്തോളം അദ്ദേഹം മാത്രം ഹാൻഡിൽ ചെയ്ത ഒരു ജേണൽ ഉണ്ടായിരുന്ന ദ റാംബ്ലർ എന്നുള്ളതിൽ. അതിൽ അദ്ദേഹം എഴുതിയിരുന്നത് മോറൽ എസ്സേ അല്ലെ, നമ്മൾ പറഞ്ഞു അദ്ദേഹം ഒരു സദാചാരവാദിയായിരുന്നു എന്നർത്ഥം. അങ്ങനെയുള്ള ഒരുപാട് എസ്സേകൾ അദ്ദേഹം എഴുതിയിരുന്നു. ജോൺസൺ ആൾസോ എംപാർക്ക്ഡ് ഓൺ ആൻ ambitious project, lives of most eminent English poets and an influential edition of Shakespeare's plays. ഇതും അദ്ദേഹം അദ്ദേഹം എംബാർക്കർ ആരംഭിച്ചു. അദ്ദേഹം ഇതിന് പുറമെ അദ്ദേഹത്തിൻ്റെ വളരെ താല്പര്യപൂർവ്വമുള്ള പ്രൊജക്റ്റ് അദ്ദേഹം ആരംഭിച്ചു. 10 വോള്യത്തിലുള്ള ലീവ്സ് ഓഫ് ദ മോസ്റ്റ് എമിനൻ്റ് ഇംഗ്ലീഷ് പോയറ്റ്സ്. അതേപോലെ തന്നെ ഷേക്സ്പിയറുടെ പ്ലേയിലുള്ള അദ്ദേഹത്തെ സ്വാധീനിച്ച ആ ഒരു ഭാഗം അതൊക്കെ കൂട്ടിയിട്ടുള്ള വർക്കും അദ്ദേഹം ആരംഭിച്ചു എന്നർത്ഥം. ആഫ്റ്റർ എ സീരീസ് ഓഫ് ഇൽനെസ് ഹി ഡൈഡ് ഇൻ 1784, 1784 അങ്ങനെ ഒരുപാട് അസുഖങ്ങളെ തുടർന്ന് അല്ലേ, സീരീസ് ഓഫ് ഇൽനെസ് എന്ന് പറഞ്ഞാൽ അസുഖങ്ങളുടെ പരമ്പര തന്നെ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്നർത്ഥം. അതേ തുടർന്ന് അദ്ദേഹം മരണപ്പെടുകയാണ് ഉണ്ടായത് എന്നർത്ഥം. ആഫ്റ്റർ ഹിസ് ഡെത്ത് ഹിസ് കോൺട്രിബ്യൂഷൻസ് ടു ഇംഗ്ലീഷ് ലിറ്ററേച്ചർ വർ ഇൻക്രീസിംഗ്ലി അഡ്മിയേർഡ് അല്ലേ. അദ്ദേഹത്തിൻ്റെ മരണശേഷം ഇംഗ്ലീഷ് ഭാഷയ്ക്ക് സാഹിത്യത്തിന് അദ്ദേഹം നൽകിയ സംഭാവനകൾ അത് വളരെയധികം ഓർക്കപ്പെട്ടു. ഹി ഹാഡ് ലെഫ്റ്റ് എ ഗ്രേറ്റ് ബോഡി ഓഫ് വർക്ക്. അദ്ദേഹം വളരെയധികം ഗ്രേറ്റ് ബോഡി പറഞ്ഞാൽ വലിയ വർക്കുകളുടെ ബോഡി അദ്ദേഹം ഉപേക്ഷിച്ച് പോയി പറഞ്ഞാൽ ഒരുപാട് വർക്കുകൾ അദ്ദേഹം എഴുതിയിരുന്നു എന്നർത്ഥം. ആൻഡ് വാസ് ക്രെഡിറ്റഡ് വിത്ത് ബീയിങ് ഇംഗ്ലണ്ട്സ് ഫൈനസ്റ്റ് ലിറ്റററി ക്രിറ്റിക് ഓഫ് ഹിസ് ടൈം. മാത്രവുമല്ല അദ്ദേഹത്തിൻ്റെ കാലത്തെ ഇംഗ്ലീഷ് ഭാഷയിലുള്ള മികച്ച സാഹിത്യ നിരീക്ഷകരുടെ കൂട്ടത്തിൽ തന്നെ ഏറ്റവും ഫൈനസ്റ്റായ മികച്ച ഒരാളായിട്ട് അദ്ദേഹത്തിന് ആ ഒരു പ്രശസ്തി ലഭിക്കുകയും ചെയ്തു എന്നർത്ഥം. അങ്ങനെയുള്ളൊരു ക്രെഡിറ്റും അദ്ദേഹത്തിന് കിട്ടിയിരുന്നു. ഇനി ഇതിലുള്ള രണ്ടാമത്തെ ആളാണ് ഒലിവർ ഗോൾഡ് സ്മിത്ത്. അദ്ദേഹം വാസ് എ പ്രൊലിഫിക് പോയിറ്റ്, ഡ്രമാറ്റിസ്റ്റ്, നോവലിസ്റ്റ് ആൻഡ് എസ്സേയിസ്റ്റ്. ഹി ഹാഡ് ഡൺ ആൻ എക്സ്റ്റെൻസീവ് എമൗണ്ട് ഓഫ് റൈറ്റിംഗ്. ടു സേ ഹി റോട്ട്, ട്രാൻസ്ലേറ്റഡ് ആൻഡ് കോമ്പൈൽഡ് മോർ ദാൻ 40 വോളിയംസ് അല്ലേ. അദ്ദേഹം ഇതേപോലെ തന്നെ ഒരുപാട് എഴുതിയിട്ടുണ്ട്. അദ്ദേഹം ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. കോമ്പൈൽഡ് എന്ന് പറഞ്ഞാൽ ഗ്രന്ഥരൂപത്തിലാക്കിയിട്ടുണ്ട്. 40ഓളം വാള്യങ്ങൾ. അത്രത്തോളം ഒരു ഈ എഴുത്തിന് വേണ്ടിയിട്ട് മാറ്റിവെച്ചൊരു ജീവിതമായിരുന്നു ഈ ഒരു ഒലിവർ ഗോൾഡ് സ്മിത്തിൻ്റേത് എന്നർത്ഥം. പിന്നെ ഹിസ് റൈറ്റിംഗ്സ് വേർ അഡ്മിയേർഡ് ഫോർ ദെയർ ഗുഡ് സെൻസ്, മോഡറേഷൻ ആൻഡ് ഇൻ്റലക്ച്വൽ ഹോണസ്റ്റി. അദ്ദേഹത്തിൻ്റെ വർക്കുകൾ അഡ്മിയേർഡ് അല്ലേ, അതൊക്കെ സ്മരിക്കപ്പെട്ടത്, അതൊക്കെ ഓർക്കപ്പെട്ടത്, പുകഴ്ത്തപ്പെടുന്നത് അതിൻ്റെ ഗുഡ് സെൻസ്, അതിലുള്ള നല്ല ആ ഒരു ബോധം, അതുപോലെ തന്നെ മോഡറേഷൻ, അതുപോലെ തന്നെ ഇൻ്റലക്ച്വൽ ഹോണസ്റ്റി, ബുദ്ധിപരമായ സത്യസന്ധത, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന കാരണത്താൽ അദ്ദേഹത്തിൻ്റെ വർക്കുകളൊക്കെ വലിയ രൂപത്തിൽ പുകഴ്ത്തപ്പെടുന്നുണ്ട് എന്നർത്ഥം. ഗോൾഡ് സ്മിത്ത് വാസ് എ മെഡിക്കൽ പ്രാക്ടീഷണർ ബൈ പ്രൊഫഷൻ, ബട്ട് ഹി യൂസ്ഡ് ഹിസ് monetary benefits from the practice for contributing essays and articles for famous journals such as Monthlies and the Critical. പിന്നെ അദ്ദേഹം പ്രൊഫഷൻ നോക്കുകയാണെങ്കിൽ അദ്ദേഹം ഒരു മെഡിക്കൽ ഡോക്ടറായിരുന്നു. പക്ഷേ അതിൽ നിന്ന് ലഭിക്കുന്ന മൊണാറ്ററി ബെനിഫിറ്റ് പറഞ്ഞാൽ സാമ്പത്തികമായ ബെനിഫിറ്റുകൾ ആ പ്രാക്ടീസിൽ നിന്ന് ലഭിക്കുന്നത് അദ്ദേഹം ഒരുപാട് എസ്സേകളൊക്കെ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ, ആർട്ടിക്കിളൊക്കെ എഴുതാൻ വേണ്ടിയിട്ട് അദ്ദേഹം ചെലവഴിച്ചു എന്നർത്ഥം. അങ്ങനെ വളരെ ഫേമസ് ആയ പല ജേണലുകളിലും
അത് മാസത്തിൽ വരുന്ന അതുപോലെ തന്നെ ക്രിട്ടിക്കലായ പല ജേണലുകളിലും അദ്ദേഹം എന്താക്കിയിരുന്നു, പല ആർട്ടിക്കിളുകളും ഒക്കെ എഴുതിയിരുന്നു എന്നർത്ഥം. പിന്നെ അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ബുക്ക് ആൻ എൻക്വയറി ഇൻ ടു ദ പ്രസൻറ്റ് സ്റ്റേറ്റ് ഓഫ് പൊളൈറ്റ് ലേണിംഗ് ഇൻ യൂറോപ്പ് എന്നുള്ളതാണ്. 1759 അദ്ദേഹം അതെന്ത് ചെയ്യുന്നത്, എഴുതുന്നത് എന്നർത്ഥം. അത് ഇൻക്ലൂഡഡ് ആൻഡ് ഇമ്പോർട്ടൻ്റ് എസ്സേസ് ഓൺ ദ ഇംഗ്ലീഷ് സ്റ്റേജ്. ഈ ഒരു പുസ്തകത്തിൽ അദ്ദേഹം ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് എന്താ പറയുക, ഈ ഇംഗ്ലീഷ് സ്റ്റേജ്, നമ്മൾ ഇംഗ്ലീഷ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഓരോ പീരീഡ് ഉണ്ടല്ലോ, ഏർലി പീരീഡ്, അങ്ങനെയുള്ള ഓരോ പീരീഡ്, അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളിക്കുന്ന വളരെ പ്രധാനപ്പെട്ട എസ്സേകളാണ് ഈ ഒരു ഭാഗത്ത് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് എന്നർത്ഥം. പിന്നെ ബൈ ദ മിഡ് 1760s ഗോൾഡ് സ്മിത്ത് ഓർ ഗോൾഡി ആസ് ഡോക്ടർ ജോൺസൺ ഫോണ്ട്ലി നിക്നെയിംഡ് ഹിം ഹാഡ് എസ്റ്റാബ്ലിഷ്ഡ് എ സ്റ്റഡി ഇൻകം ആസ് എ കോംപൈലർ. അങ്ങനെ 1760കളുടെ മധ്യത്തിൽ ഗോൾഡ് സ്മിത്ത് ഓർ ഗോൾഡി, എങ്ങനെ ജോൺസൺ എന്ന് പറയുന്ന ഡോക്ടർ ജോൺസനെ കുറിച്ച് നമ്മൾ പറഞ്ഞല്ലോ, അദ്ദേഹം ഫോണ്ടിലി പറഞ്ഞാൽ സ്നേഹത്തോടെ വിളിച്ചിരുന്നു ഗോൾഡി എന്നായിരുന്നു. അപ്പോൾ 1970 മധ്യത്തിൽ ഗോൾഡ് സ്മിത്ത് അല്ലെങ്കിൽ ഡോക്ടർ ജോൺസൺ സ്നേഹത്തോടെ ഗോൾഡി എന്ന് വിളിച്ചിരുന്ന അദ്ദേഹം ഒരു സ്ഥായിയായ ഒരു ഇൻകം അദ്ദേഹം ഉണ്ടാക്കി, വരുമാനമൊക്കെ ഉണ്ടാക്കുന്ന ഒരു അവസ്ഥയിലേക്ക് അദ്ദേഹം എത്തി എന്നർത്ഥം. An original member of the famous club founded by Dr. Johnson in 1764, Goldsmith enjoyed the friendship of such 18th century notables as Edmund Burke and Sir Joshua Reynolds, who later wrote a brief biographical sketch of him. 1764 ഡോക്ടർ ജോൺസൺ സ്ഥാപിച്ച വളരെ ഫേമസ് ആയ ഒരു ക്ലബ്ബുണ്ട്. ആ ക്ലബിലെ ഒരു ഒറിജിനൽ മെമ്പർ ആയിരുന്നു ഇദ്ദേഹം. ആ ഒരു രൂപത്തിൽ ഇദ്ദേഹം ഈ ഗോൾഡ് സ്മിത്ത് 18ാം നൂറ്റാണ്ടിലെ വളരെ പ്രസിദ്ധരായ, നോട്ടബിളായ, ശ്രദ്ധേയമായ ആളുകളുമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് അദ്ദേഹത്തിനുണ്ടായിരുന്നു. ആ ഒരു ഫ്രണ്ട്ഷിപ്പ് അദ്ദേഹം വല്ലാതെ എൻജോയ് ചെയ്തു എന്നർത്ഥം. 18ാം നൂറ്റാണ്ടിലെ പ്രമുഖരായ ആളുകൾ എന്ന് പറയുമ്പോൾ എഡ്മണ്ട് ബ്രൂക്കെ പോലെയുള്ള, സർ ജോഷ റെയ്നോൾഡ് പോലെയുള്ള ആളുകൾ, ഇങ്ങനെയുള്ള ഈ രണ്ടാളുകളും ഗോൾഡ് സ്മിത്തിനെ കുറിച്ച് ഒരു ബയോഗ്രഫിക്കൽ സ്കെച്ചും എഴുതിയിട്ടുണ്ട്. അപ്പോൾ അത്രത്തോളം ഇവർ തമ്മിലുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായിരുന്നു എന്നർത്ഥം. ഗോൾഡ്സ്മിത്ത് മെയ്ഡ് ഹിസ് ഏർലി ലിറ്റററി റെപ്യൂട്ടേഷൻ ആസ് ആൻ എസ്സേയിസ്റ്റ്. അദ്ദേഹത്തിൻ്റെ ആദ്യത്തിൽ അദ്ദേഹം ഒരു എസ്സേയിസ്റ്റ് ആയിരുന്നു എന്നർത്ഥം. ദ 8 വീക്ക്ലി മെമ്പേഴ്സ് ഓഫ് ദ ബി വിച്ച് കണ്ടെയ്ൻ സം എക്സലൻറ്റ് സ്മാൾ പോയംസ്, ഡ്രമാറ്റിക് ക്രിറ്റിസിസം, മോറൽ tales and series of financial discourses exhibit his preoccupation with vivid and rich human details and his felicitous style. അഥവാ അദ്ദേഹത്തിൻ്റെ എഴുത്തിൻ്റെ വിശാലതയാണ് പറയുന്നത്. അദ്ദേഹം ഒരുപാട് സ്മാൾ പോയംസ് എഴുതിയിട്ടുണ്ട്, ഡ്രമാറ്റിക് ക്രിറ്റിസിസം നടത്തിയിട്ടുണ്ട്, മോറൽ മോറൽ എന്ന് പറഞ്ഞാൽ സദാചാരപരമായ കഥകൾ എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ വളരെ സീരിയസ് ആയ ഫാൻസിഫുൾ എന്ന് പറഞ്ഞാൽ ഭാവനാത്മകമായ ഡിസ്കോഴ്സുകളൊക്കെ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എഴുതി എന്നുള്ളത് യഥാർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ വ്യത്യസ്തവും വളരെ സമ്പന്നവുമായ അദ്ദേഹത്തിൻ്റെ ചിന്തയെയാണ് യഥാർത്ഥത്തിൽ എന്ത് ചെയ്യുന്നത്, എക്സ്ബിറ്റ് ചെയ്യുന്നത്, പ്രകടിപ്പിക്കുന്നത്. അതുപോലെ തന്നെ മാത്രവുമല്ല അദ്ദേഹത്തിൻ്റെ ഫെലിഷിറ്റസ് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ വളരെ എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ വളരെ ആകർഷകവും അതുപോലെ തന്നെ സമർത്ഥവുമായ അദ്ദേഹത്തിൻ്റെ സ്റ്റൈല്, അതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, യഥാർത്ഥത്തിൽ തെളിയിക്കുന്നുണ്ട് എന്നർത്ഥം. അപ്പോൾ അത്രത്തോളം ബൃഹത്തായ വ്യത്യസ്ത വിഷയങ്ങളിൽ എഴുതാൻ കഴിവുള്ള ഒരാളായിരുന്നു ഇദ്ദേഹം എന്നർത്ഥം. പെർഹാപ്സ് his finest sustained work as an essayist, however, was The Citizen of the World 1762, which had appeared seriously in the public ledger in 1760s-1761. 1760-61 കാലഘട്ടത്തിലുള്ള ഇൻ പബ്ലിക് ലെഡ്ജർ എന്നുള്ളതിൽ പ്രത്യക്ഷപ്പെട്ട അദ്ദേഹത്തിൻ്റെ എസ്സേ ആയിരുന്നു. ഇതൊക്കെ ഉണ്ടെങ്കിലും വളരെ ഫൈനസ്റ്റായ വർക്ക് എന്നർത്ഥം. ദ സിറ്റിസൺ ഓഫ് ദ വേൾഡ് എന്നാണ് ആ വർക്കിൻ്റെ പേര്. 1762 അത് എഴുതിയിട്ടുള്ളത് എന്നർത്ഥം.
Goldsmith employed the popular 18th century device of a foreign traveler commenting in letters to his home country upon the strange customs of the lands through which he passed. അതേപോലെ തന്നെ ഇദ്ദേഹം 18-ാം നൂറ്റാണ്ടിലെ ഒരു ഫോറിൻ ട്രാവലർ എന്ന രൂപത്തിലും പോപ്പുലർ ആയിരുന്നു. അദ്ദേഹം സഞ്ചരിക്കുന്ന നാടുകളിൽ അദ്ദേഹം കാണുന്ന വളരെ സ്ട്രെയിഞ്ചായ, വളരെ അപരിചിതമായ കസ്റ്റംസ്, ആചാരങ്ങളൊക്കെ അദ്ദേഹം എന്തു ചെയ്യും, കത്ത് രൂപത്തിൽ തൻ്റെ നാട്ടിലേക്ക് അയക്കും. അപ്പോൾ അങ്ങനെയുള്ള രൂപത്തിൽ ഒരു ഫോറിൻ ട്രാവലർ എന്ന പേരിലും ഇദ്ദേഹം എന്തായിരുന്നു, പ്രസിദ്ധനായിരുന്നു എന്നർത്ഥം. അപ്പോൾ അങ്ങനെയുള്ള കൂട്ടത്തിൽപ്പെട്ട ഒന്നാണ് ചൈനീസ് ലെറ്റേഴ്സ്. അദ്ദേഹം ചൈനയിൽ പോയപ്പോൾ എഴുതിയ, അതിനൊരു ലെറ്റർ രൂപത്തിൽ തിരിച്ച് അദ്ദേഹത്തിൻ്റെ നാട്ടിലേക്ക് അയച്ച, അതിനാണ് ചൈനീസ് ലെറ്റേഴ്സ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. അതിലൂടെ അദ്ദേഹം എത്രത്തോളം റിലാക്സ് ആണ്, അദ്ദേഹം എത്രത്തോളം എന്താ പറയുക, ഉത്സാഹമുള്ള, അതുപോലെ തന്നെ ഗ്രേസ്ഫുൾ ആണ് എന്നുള്ളതൊക്കെ അദ്ദേഹത്തിൻ്റെ ഈ ഒരു ചൈനീസ് ലെറ്റേഴ്സ് എന്ന ആ ഒരു വിഷയം വായിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാകും എന്നർത്ഥം. ഇതാണ് ഇദ്ദേഹത്തെക്കുറിച്ച് പറയാനുള്ളത്. പിന്നെ അടുത്തൊരാളാണ് എഡ്വാർഡ് ഗിബ്ബൺ. എഡ്വാർഡ് ഗിബ്ബൺ ഈസ് known ഫോർ ഹിസ് ഹിസ്റ്റോറിക്കൽ വർക്ക് ദ ഡിക്ലൈൻ ആൻഡ് ഫാൾ ഓഫ് ദ റോമൻ എംപയർ. എഡ്വാർഡ് ഗിബ്ബൺ അദ്ദേഹം അറിയപ്പെടുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു ചരിത്രപരമായ വർക്കുണ്ട് അദ്ദേഹം നടത്തിയ, ദ ഡിക്ലൈൻ ആൻഡ് ദ ഫാൾ ഓഫ് റോമൻ എംപയർ, അല്ലേ, റോമൻ സാമ്രാജ്യം, അതിൻ്റെ തകർച്ചയും അവരുടെ പരാജയത്തെക്കുറിച്ചൊക്കെ എഴുതിയിട്ടുള്ളത്. ഗിബ്ബൺസ് ഓട്ടോബയോഗ്രഫി, അദ്ദേഹത്തിൻ്റെ ഓട്ടോബയോഗ്രഫി ഈസ് എ ക്ലാസിക് ഓഫ് ദ ജെൻറ. ആ ജെൻറയിൽ തന്നെ ഒരു ഇതിഹാസമാണ് യഥാർത്ഥത്തിൽ ഇദ്ദേഹം എഴുതിയ അദ്ദേഹത്തിൻ്റെ ഓട്ടോബയോഗ്രഫി. ഹി പബ്ലിഷ്ഡ് ഇൻ 1761 an essay on the study of literature written in French and considered possible historical subjects. അദ്ദേഹം 1761 അദ്ദേഹം ഒരു എസ്സേ ഒക്കെ എഴുതിയിരുന്നു. അദ്ദേഹം ഒരു എസ്സേ ഒക്കെ എഴുതിയിരുന്നു 1761. അത് ഫ്രഞ്ചിലായിരുന്നു എഴുതിയിരുന്നത്. അത് ലിറ്ററേച്ചറിനെ കുറിച്ചുള്ള, സാഹിതീയ പഠനത്തെക്കുറിച്ചായിരുന്നു അദ്ദേഹം എഴുതിയിരുന്നത്. അത് ഒരു ഹിസ്റ്റോറിക്കൽ സബ്ജക്റ്റായിട്ട് പോലും എന്ത് ചെയ്യുന്നുണ്ട്, അത് പരിഗണിക്കപ്പെടുന്നുണ്ട് എന്നർത്ഥം. പിന്നെ ഹി ബിഗാൻ എ ഹിസ്റ്ററി ഓഫ് ദ സിക്സ് റിപ്പബ്ലിക്സ് ഇൻ ഫ്രഞ്ച് ഇൻ 1767 വിച്ച് ഹി അബാൻഡഡ്. 1767 അദ്ദേഹം ഫ്രാൻസിൽ ഈ സ്വിസ് റിപ്പബ്ലിക്കിനെ കുറിച്ച്, അഥവാ ഫ്രാൻസിൽ വന്ന സ്വിസ് റിപ്പബ്ലിക്കിനെ കുറിച്ച് അദ്ദേഹം എഴുതിയിരുന്നു, അതിൻ്റെ ഹിസ്റ്ററി. ആ ഒരു ഫ്രഞ്ചിൽ നിന്ന് അദ്ദേഹം എന്താക്കിയിട്ടുണ്ടായിരുന്നു, അവിടുന്ന് അദ്ദേഹം അബാൻഡൻഡ്, അല്ലേ, അദ്ദേഹത്തെ ഒഴിവാക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു എന്നർത്ഥം. David Hume, who read his work, urged him to write history but in English. ഡേവിഡ് ഹ്യൂം എന്ന ആള് അദ്ദേഹത്തിൻ്റെ വർക്ക് കാര്യമായി വായിച്ചിരുന്ന ആളാണ്. ഇദ്ദേഹത്തോട് ഹിസ്റ്ററി ഇംഗ്ലീഷിൽ എഴുതാൻ ആവശ്യപ്പെട്ടിരുന്നു. കാരണം ഇദ്ദേഹം ഫ്രഞ്ചുകാരനായതുകൊണ്ട് അദ്ദേഹം ഫ്രഞ്ച് ഭാഷയിലായിരുന്നു എഴുതിയിരുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വർക്കൊക്കെ വായിച്ചിരുന്ന ഡേവിഡ് ഹ്യൂം അദ്ദേഹത്തെ ഹിസ്റ്ററിയിൽ എഴുതാൻ വേണ്ടിയിട്ട് പ്രേരിപ്പിച്ചിരുന്നു എന്നർത്ഥം. ഹി ജോയിൻഡ് ദ ഫേമസ് ലിറ്റററി ക്ലബ്ബ് ആൻഡ് ബിക്കെയിം എ മെമ്പർ ഓഫ് പാർലമെൻറ്റ് ഇൻ 1774 ആൻഡ് ഇൻ ഫെബ്രുവരി 1776 ഹി പബ്ലിഷ്ഡ് ദ ഫസ്റ്റ് വോള്യൂം ഓഫ് ഹിസ് ഡിക്ലൈൻ ആൻഡ് ഫാൾ. അദ്ദേഹം ഫേമസ് ആയ ലിറ്റററി ക്ലബിലൊക്കെ ജോയിൻ ആയിരുന്നു. അതുപോലെ തന്നെ അദ്ദേഹം 1774 പാർലമെൻറ്റ് മെമ്പറുമായിരുന്നു. 1776 ഫെബ്രുവരിയിൽ അദ്ദേഹം ഡിക്ലൈൻ ആൻഡ് ഫാൾ, അല്ലേ, അദ്ദേഹം ഈ റോമൻ എംപയറിനെ കുറിച്ചുള്ള ഒരു പുസ്തകം അദ്ദേഹം എഴുതിയിട്ടുണ്ടല്ലോ, ആ പുസ്തകത്തിൻ്റെ ആദ്യ വോള്യൂം 1776 ഫെബ്രുവരിയിൽ അദ്ദേഹം പബ്ലിഷ് ചെയ്തു എന്നർത്ഥം. അപ്പോൾ ഇതാണ് 18-ാം നൂറ്റാണ്ടിലെ പ്രധാനപ്പെട്ട പ്രോസ് റൈറ്റേഴ്സും അവരുടെ സംഭാവനകളും. ഇനി നമുക്ക് പറയാനുള്ളത് 19-ാം നൂറ്റാണ്ടാണ്. അത് അടുത്ത ക്ലാസ്സിൽ പറയാം. അസ്സലാമു അലൈക്കും.